അഡ്വക്കേറ്റ് പി എം നിയാസ്, RSSുമായി അടുക്കരുത് എന്നാണ് പോലീസ് സേനയിലുള്ളവർക്ക് മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം. RSS ആയതുകൊണ്ട് ഒരുപക്ഷേ മുഖ്യമന്ത്രിക്ക് കോൺഗ്രസിൻ്റെ പിന്തുണയും ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഡ്വക്കേറ്റ് നിയാസ്, താങ്കളോടാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. പോലീസ് നിഷ്പക്ഷമായി നീതി നിർവഹണത്തിന് വേണ്ടി കേൾക്കാമോ? യെസ്, ഹലോ, കേൾക്കാം. ഹലോ, നോക്കൂ, ഞങ്ങൾക്കിവിടെ പറയാനുള്ളത് കേരളത്തിലെ പോലീസ്, അതുമാത്രം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെയും പോലീസ് അത് നിഷ്പക്ഷമായി നീതി നിർവഹണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ടതാണ്. അതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് 9 വർഷക്കാലം അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നതിന് ശേഷം ഇങ്ങനെ ഒരു പ്രസ്താവന കൊടുക്കേണ്ടത് എന്തുകൊണ്ടാണ് എന്ന് കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. കേരളത്തിലെ പോലീസ് കേരളത്തിലെ CPMന് പാർട്ടി അവരുടെ ഗുണ്ടകളെ പോലെ പെരുമാറുന്നത് ആണ് എന്ന് ഞങ്ങൾ പ്രതിപക്ഷ കക്ഷികൾ വിമർശിക്കാറുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ പോലീസിൽ RSS പിടിമുറുക്കിയിരിക്കുന്നു എന്ന് കോൺഗ്രസോ UDFോ അല്ല ആദ്യം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞിട്ടുള്ളത് CPIയുടെ ദേശീയ നേതാവായ ആനി രാജയാണ്. CPIയുടെ മുൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രനാണ് ആ കാര്യം എടുത്തു പറഞ്ഞിട്ടുള്ളത്. CPIയുടെ സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിൽ പോലും വളരെ വ്യക്തമായി പോലീസ് സേനയിൽ RSS വൽക്കരണം BJPക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കുന്നു എന്ന് പറയുന്നത് LDFനുള്ളിലെ കക്ഷികളാണ്. അങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ADGP ആയി മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷനായി എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിക്ക് വേണ്ടി വഴിവിട്ട് ചെയ്യുവാൻ ഉത്തരവാദപ്പെടുത്തിയിട്ടുള്ള MR അജിത് കുമാർ എന്ന ADGP RSSന്റെ നേതാക്കളുമായി നിരന്തരം ചർച്ച നടത്തുന്നു. ആ മുഖ്യമന്ത്രിക്ക് എന്തെല്ലാം RSSമാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടോ അതെല്ലാം ഒരു ഹംസം കണക്കെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത് ADGP ആയ അജിത് കുമാറാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അത് തന്നെയാണ് തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് നടന്നിരിക്കുന്നത് എന്ന് ഞങ്ങളല്ല പറഞ്ഞത്. LDFന്റെ സ്ഥാനാർത്ഥിയായ സുനിൽകുമാറാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സുനിൽകുമാറിൻ്റെ ആരോപണം LDFന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കാണ്. ആ ആരോപണം എന്താണ്? പോലീസിൻ്റെ തലപ്പത്തുള്ള ആ നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ചുമതലയുള്ള ADGP അജിത് കുമാർ അവിടെ നടത്തിയിരിക്കുന്ന ഗൂഢാലോചനയുടെ ഫലമായാണെന്നാണ്. അതുകൊണ്ടാണ് അവിടുത്തെ റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് ആ സമയത്ത് ഫോൺ ഓഫാക്കി അദ്ദേഹം കിടന്നുറങ്ങിയെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ RSSനെ അല്ലെങ്കിൽ RSSന്റെ സ്ഥാനാർത്ഥിയായ അദ്ദേഹത്തിന് അവരുടെ പൊളിറ്റിക്കൽ പാർട്ടിയായ BJPയുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുവാൻ കൊണ്ടും കൊടുത്തും മുന്നോട്ട് കൊണ്ടുപോയത് കേരളത്തിലെ പോലീസ് തലപ്പത്തുള്ളവരാണ് എന്ന് ഉള്ള ആരോപണം നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിൽ പോലും അദ്ദേഹത്തിന് വഴിവിട്ട് ADGP ആയ MR അജിത് കുമാറിന് വഴിവിട്ട് പ്രൊമോഷൻ കിട്ടുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഹൈക്കോടതിയോട് ഉൾപ്പെടെയുള്ള വിധി എന്താണ് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കോടതിയുടെയും അതുപോലെയുള്ള നീതി പീഠങ്ങളുടെയും ഒക്കെ നിരന്തരമായ ഇടപെടൽ കൊണ്ടാണ് MR അജിത് കുമാറിന് DGP സ്ഥാനം ലഭിക്കാതിരുന്നത്. അപ്പോൾ DGP സ്ഥാനം MR അജിത് കുമാറിന് കൊടുക്കാമെന്ന് സംസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ മൂന്നിലൊരു പേര് പോകാമെന്നും പോയാൽ അവിടെ നിന്ന് കൊടുക്കാമെന്നുമുള്ള ഒരു അന്തർധാര ഉണ്ടായിരുന്നു എന്ന് ഈ വഴികൾക്കിടയിലൂടെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. അങ്ങനെ ബോധ്യപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇവിടെ കേരളം ഉണ്ടായിരിക്കുന്നത്. ഇപ്പം മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് പോലീസിൻ്റെ ഉന്നത ഓഫീസിൽ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി ഇത്തരത്തിലുള്ള കാര്യം പറയേണ്ടി വന്നത് എന്ന് വെച്ചാൽ, ഇന്ന് 9 കൊല്ലം കൊണ്ട് പോലീസ് സേനയെ പൂർണ്ണമായും RSSന്റെ തൊഴുത്തിൽ കെട്ടിയ പശുവാക്കി മാറ്റി എന്ന് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ പരസ്യമായി സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾ പറയുന്ന RSSനെന്നല്ല, ഒരു രാഷ്ട്രീയ സംഘടനയുടെയോ തൊഴുത്തിൽ കെട്ടേണ്ട പശുവല്ല പോലീസ് സംവിധാനം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കേരളത്തിൽ KK കരുണാകരൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു, AK ആന്റണി കൈകാര്യം ചെയ്തിരുന്നു, ഉമ്മൻചാണ്ടി കൈകാര്യം ചെയ്തിരുന്നു, CH മുഹമ്മദ് കോയ സാഹിബ് കൈകാര്യം ചെയ്തിരുന്നു, KM മാണി ഒരു ഇടവേളയിൽ KM മാണി കൈകാര്യം ചെയ്തിരുന്നു. അന്നൊക്കെ ഞങ്ങൾ പറഞ്ഞത് എന്താ? കേരളത്തിലെ പോലീസ് നിഷ്പക്ഷമായി മാറണം. അത് ഏതെങ്കിലും പാർട്ടിയുടെ ഭരണകക്ഷിയുടെ പോലും
ആളുകളായി മാറരുത് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞുവെങ്കിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു താനിരിക്കുന്ന മുഖ്യമന്ത്രിയായിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കേരളത്തിലെ പോലീസ് അത് RSS ശാഖയായി മാറിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ അതിനെ തിരുത്തുവാനുള്ള ശ്രമമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തിയത്. ആ ശ്രമത്തെ ഞങ്ങൾ നേരത്തെ പറഞ്ഞു RSSനെ നിലക്ക് നിർത്തുന്നതിലല്ല കേരളത്തിലെ പോലീസിനെ. നടക്കുന്ന കാര്യമാണോ ഇത് അഡ്വക്കേറ്റ് PM നിയാസ്? ഒരു സാമാന്യ ബോധമുള്ള ആരെങ്കിലും പറയോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണം RSSന് കൊടുത്തിരിക്കുന്നുവെന്ന്? അത് CPM ഭരിക്കുമ്പോൾ, CPM അധികാരം കൈയാളുമ്പോൾ അങ്ങനെ ഒരു അത്ഭുതം നടക്കുമെന്ന് ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടി പോലും കരുതുവോ, വിശ്വസിക്കുമോ? നിങ്ങൾക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാം, പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് യാഥാർത്ഥ്യമായിട്ട് മാറുന്നത്? താങ്കൾ പറയുമ്പോൾ അത് ഇങ്ങനെയാണ് സംഭവിച്ചത്. ഇത്രയും കാലം 9 വർഷം RSS ആണ് ഇവിടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് എന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? അനിൽ നമ്പേരെ ആർക്കെങ്കിലും ബോധ്യപ്പെടുവോ അഡ്വക്കേറ്റ് നിയാസ്? അനിൽ നമ്പേരെ കേരളത്തിലെ, ഞാനൊന്ന് പറയട്ടെ, അനിൽ നമ്പേരെ കേരളത്തിലെ മുഖ്യമന്ത്രി ഒന്നാമത്തെ പിണറായി സർക്കാർ ആയി അധികാരമേറ്റപ്പോൾ വെച്ച DGP ആരാ? BJPയുടെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ അമിത്ഷായുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരായ ഗുജറാത്ത് കേഡറിലെ ഉദ്യോഗസ്ഥനെ ഇവിടെ കൊണ്ടുവന്ന് DGP ആക്കിയത് യാദൃച്ഛികമായി വന്നു പോയതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നില്ലല്ലോ, ഞങ്ങളാരും വിശ്വസിക്കുന്നില്ലല്ലോ. അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത് വരെ അദ്ദേഹത്തിനെ ആ കസേരയിൽ ഇരുത്തി ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള അധികാരം കൊടുത്ത് മുന്നോട്ട് പോയത് കേരളത്തിലെ മുഖ്യമന്ത്രിയായി എന്നതിൽ അന്നു മുതൽ അന്തർധാരയുണ്ട് എന്ന് കേരളത്തിലെ പ്രതിപക്ഷം അടക്കമുള്ള ആളുകൾ പറഞ്ഞപ്പോ അത് നിങ്ങൾക്ക് തള്ളിക്കളയാം, ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷെ പറഞ്ഞതാരാ? പറഞ്ഞത് കേരളത്തിലെ LDFന്റെ രണ്ടാമത്തെ രമൺ ശ്രീവാസ്തവ അല്ലല്ലോ ഒന്നാമത്തെ DGP ആയി ഗുജറാത്ത് കേഡറിൽ നിന്ന് വന്നത്. താങ്കൾക്കറിയുന്ന കാര്യമല്ലേ? അദ്ദേഹം ഇപ്പോൾ എവിടേക്കാ പോയതെന്ന് നമുക്കറിയാലോ, അദ്ദേഹത്തിന് എവിടെ കൊണ്ടുപോയിട്ട് ഇരുത്തിയെന്ന് നമുക്കറിയാലോ. അപ്പോൾ കേരളത്തിലെ ഗുജറാത്തിൽ നിന്നും കടന്നു വന്ന നരേന്ദ്രമോദിയുടെ ഇഷ്ടക്കാരനായ അമിത്ഷായുടെ ഇഷ്ടക്കാരനായ ആളെ കേരളത്തിലെ DGP ആയി വെച്ചതിൻ്റെ പേരിൽ രണ്ടാമത്തെ കക്ഷിയായ CPMന്റെ അഖിലേന്ത്യാ നേതാവ്, അതും രാഹുൽ ഗാന്ധിക്കെതിരെ LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ആനി രാജയാണ് പറഞ്ഞത്. നിങ്ങൾ ആലോചിക്കണം, ആനി രാജ കോൺഗ്രസ് ആണോ? അല്ലല്ലോ, LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. CPIയുടെ അഖിലേന്ത്യാ നേതാവാണ്. അവിടെ കാന രാജേന്ദ്രൻ മരിച്ചുപോയി. കാന രാജേന്ദ്രൻ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞാൻ പറയുന്നത് ഞങ്ങൾക്കാർക്കും ഒരു അനിൽ നമ്പ്യാർക്ക് സംശയമുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് മാത്രം സംശയമാണ്. ഞങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ RSS ഒരു ജനങ്ങൾക്ക് വസ്തുതയാണെന്ന് ബോധ്യപ്പെടുത്താൻ നിങ്ങളെ കൊണ്ടാവോ? ഉന്നയിക്കാം, ആനി രാജയ്ക്ക് എന്നല്ല ആർക്കും ഉന്നയിക്കാം. ഞാനൊരു കാര്യം അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അഭിപ്രായം പറയണ്ട ഇക്കാര്യത്തിൽ. ആനി രാജയുടെ അഭിപ്രായങ്ങൾക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന് നേതൃത്വം നൽകുന്ന പിണറായി വിജയനെതിരെ അഭിപ്രായം പറയാൻ കഴിഞ്ഞില്ലല്ലോ. കാന രാജേന്ദ്രനെ തിരുത്തുവാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ലല്ലോ. നിങ്ങൾ എന്നെ തിരുത്തോണ്ട് കാര്യമില്ലല്ലോ. ഇത് തിരുത്തേണ്ട ആരാ? ഇങ്ങനെയല്ല, ഇതങ്ങനെ വന്നതാണ്. ഇത് അദ്ദേഹത്തെ പോലെ കഴിവുള്ള ഒരാൾ ഗുജറാത്ത് കേഡറിൽ നിന്നും വന്നുപോയത് അത് യാദൃശ്ചികമായിട്ടാണ് വന്നത് എന്ന് പറയാമായിരുന്നല്ലോ. ഞങ്ങളോട് പറയണ്ട. ഇനി ADGP അജിത് കുമാറിന് അദ്ദേഹവുമായുള്ള ബന്ധം, അത് RSSുമായുള്ള ബന്ധം ഒരുപോലെയാണ്. ഇടത്തും വലത്തുമാണ്. ഇടത്ത് ഭാഗത്ത് RSS, വലത്ത് ഭാഗത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി, നടുവിൽ നിൽക്കുന്ന ഹംസം. ആ ഹംസത്തിൻ്റെ പ്രവൃത്തികൾ ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രി വഴിവിട്ട് സഹായിക്കാൻ നോക്കി. നീതിപീഠത്തിന്റെ ഇടപെടൽ കൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ അതിലേക്ക് പടക്കുന്നില്ല. ഇവിടെ ശംഖു ഇവിടെ പറഞ്ഞത്, ശംഖു ഭയങ്കര ഇഷ്ടമായി ഏതാണ്ട് അരമണിക്കൂർ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തു പ്ലീസ്. ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് താങ്കൾ ചോദിച്ചു. ശംഖുദാസ് അരമണിക്കൂർ ഞാനൊന്ന് ഒരു കാര്യം ഞാൻ ശംഖുദാസിന് ഒരു മിനിറ്റ് നിങ്ങൾ ചോദിച്ചോളൂ. അതിന് മുമ്പ് ഞാൻ ശംഖുദാസിന് ഒരു മറുപടി കൊടുത്തോട്ടെ പ്ലീസ്. ഞാൻ ശംഖുദാസിന് ഒരു മറുപടി കൊടുത്തോട്ടെ. ശംഖുദാസ് ഇവിടെ അരമണിക്കൂർ കാലം RSSന്റെ വംശീയതയും RSSന്റെ രാജ്യസ്നേഹവും RSSന്റെ നീതി ബോധമൊക്കെ പറഞ്ഞു.
പ്രിയപ്പെട്ട ശംഖുദാസെ, നിങ്ങൾ എപ്പോൾ ഉണ്ടാക്കിയാലും RSSൻ്റെയും ഹിന്ദു മഹാസഭയുടെയും ബജ്രംഗ് ദളിൻ്റെയും ഒക്കെ നിലപാട് ഒരു ഇന്ത്യയുടെ മതേതരത്വത്തിന് ഗുണകരമായ, ഇന്ത്യയുടെ ജനാധിപത്യം നിലനിർത്തുന്നതിന് ഗുണകരമായ കാര്യമാണെന്ന് ഞങ്ങൾക്ക് ചിന്തയില്ല. 1925 മുതൽ 1947 വരെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം നടന്നിരുന്നു. അന്ന് ഈ RSSൻ്റെ നിലപാട് എന്തായിരുന്നു? ആ നിലപാട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വവാദികൾക്ക് അനുകൂലമായിരുന്നു. ആ നിലപാട് സ്വാതന്ത്ര്യ സമരം നടത്തുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ നായകർക്കെതിരെയുള്ള നിലപാടായിരുന്നു. ആ നിലപാട് ശേഷം ഗാന്ധിജി മരണപ്പെട്ടപ്പോൾ ആ ഇതിൽ RSS ഏറ്റവും കൂടുതൽ പ്രതി ചേർക്കപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിലായ ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെ പേരിൽ RSSനെ അക്കാലത്ത് നിരോധിക്കുന്ന സാഹചര്യമുണ്ടായി ഇന്ത്യ ഗവൺമെൻറ്. അപ്പോൾ RSS അന്ന് മുതൽ ഇന്ന് വരെ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഏതെല്ലാം മേഖലയിൽ പ്രവർത്തിക്കുന്നു അവിടെയെല്ലാം നിങ്ങളുടെ നിലപാട് ഈ ഹൈന്ദവ വർഗീയത ഇന്ത്യയിൽ ആളിക്കത്തിച്ച് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുവാനുള്ള. അന്നത്തെ രാജ്പഥിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഗണവേഷധാരികളായ സ്വയം സേവകർ പങ്കെടുത്തു. ആരുടെ കാലത്താണ്, ആര് പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ RSS പങ്കെടുത്തത്? ഞാനൊരൊറ്റ കാര്യം, ഗാന്ധിജിയുടെ കൊല, ഒരു മിനിറ്റ് ഞാൻ പറയാം. ഒന്നാമത്തെ 47 മുതൽ 50 വരെ RSS ഉൾപ്പെടെയുള്ള ആളുകൾ കൂടി പങ്കാളിത്തമുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് തുടർച്ചയായിട്ടുള്ള ഒരു ഭരണകൂടമാണെന്നുണ്ടായിരുന്നത്. 50-ലാണ് ഇന്ത്യയിൽ റിപ്പബ്ലിക്കായി ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള തീരുമാനമുണ്ടാകുന്നത്. അതിനുശേഷം ഗാന്ധിജിയുടെ കൊലപാതകം അല്ലെങ്കിൽ നടത്തിയതിനു ശേഷം RSS ഇവിടെ നിരോധിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാലിന്റെ നേതൃത്വത്തിലുള്ള ഭരണം നടക്കുമ്പോഴാണ്. നിങ്ങൾ ആലോചിക്കണം, സർദാർ പട്ടേലായിരുന്നു അന്നത്തെ ആഭ്യന്തരമന്ത്രി. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കാലത്തും മതന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ നിലപാടല്ല RSS എടുത്തിട്ടുള്ളത്. അത് ഇന്നും തുടരുകയാണ്. ഇന്നും അവരുടെ അജണ്ട കൊച്ചുകുട്ടികളിൽ അത് മതേതരത്വത്തിന് പകരം വർഗീയ വിഷം അത് കുത്തിവെച്ച് മുന്നോട്ട് പോകുന്ന നിലപാടാണ് RSS കാലങ്ങളായി എടുത്തിട്ടുള്ളത്. ഞങ്ങളിപ്പോ പറയുന്നത് ഇപ്പോ RSSന്റെ രാഷ്ട്രീയ അജണ്ട. ഒരു മിനിറ്റ് അല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കളും മറുപടി പറഞ്ഞില്ലല്ലോ. ഗാന്ധിജിയുടെ ഞാൻ ചോദിക്കും, ഗാന്ധിജിയുടെ വധത്തിൽ ഈ ഇന്ത്യ രാജ്യത്ത് ഗാന്ധിജി വധത്തിൽ പ്രതിക്കൂട്ടിലായ RSSനെ നിരോധിക്കുകയുണ്ടായോ? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും സർദാർ പട്ടേൽ ആഭ്യന്തരമന്ത്രിയായപ്പോൾ നിരോധിക്കുകയുണ്ടായോ? നമ്പർ 1. നിങ്ങൾ ഇവിടെ പറയേണ്ടത് കോടതി പോയി അടി വാങ്ങിയതാണ് RSSന്റെ എന്റെ ചോദ്യം ഗാന്ധി വധത്തിൽ RSS പ്രതിക്കൂട്ടിലായിരുന്നോ? RSS നിങ്ങൾ പറയാൻ അനുവദിക്കൂ എന്റെ. താങ്കൾ ദയവ് ചെയ്ത് താങ്കൾ അവതാരകനാണ്, താങ്കൾ ഡിബേറ്ററല്ല. ഡിബേറ്ററായി ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ അവതാരകർ ജോലി ചെയ്യേണ്ട പണിയാണ് താങ്കൾക്ക് വേണ്ടി ശംഖു പറയട്ടെ, അല്ലെങ്കിൽ RSSന്റെ ആളുകൾ പറയട്ടെ. താങ്കൾ ദയവായി ഞങ്ങളുടെ കാര്യത്തിൽ എന്റെ ചോദ്യം എന്താ? RSS പറയുന്നത് അത് പൂർണ്ണമായും കേട്ടുകൊണ്ടിരിക്കണം, അതിൽ ഇടപെടാൻ പാടില്ല എന്നൊന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല. എൻ്റെ ചില സംശയങ്ങളാണ് ഞാൻ ഉന്നയിച്ചത്. ആ സംശയങ്ങൾക്ക് താങ്കൾക്ക് മറുപടി നൽകാലോ? വളരെ ലളിതമായിട്ടുള്ള ചോദ്യമല്ലേ ഞാൻ ഉന്നയിച്ചത്. അനിൽ നമ്പ്യാരെ ഞാനല്ല, ആര് തിരുത്താൻ ശ്രമിച്ചാലും അനിൽ നമ്പ്യാരെ ആവുള്ളൂ എന്ന് എനിക്കറിയാം. ഞാൻ തിരുത്താൻ ശ്രമിക്കുന്നില്ല. താങ്കൾ ഇഷ്ടംപോലെ താങ്കൾ ഇടപെട്ടോളൂ, എനിക്ക് വിരോധവും ഇല്ല. എൻ്റെ ചോദ്യം ഗാന്ധിജിയെ കൊല ചെയ്ത കാര്യത്തിൽ RSS പ്രതിക്കൂട്ടിലായിരുന്നില്ലേ? എൻ്റെ ചോദ്യം അതാണ്. അതിൻ്റെ പേരിൽ RSSനെ രാജ്യത്ത് നിരോധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? ലളിതമായ ചോദ്യമാണ്. അതിനുശേഷം ഇന്ന് ശംഖുദാസിനോട് എനിക്ക് പറയാനുള്ളത്, ശംഖുദാസെ, താങ്കൾ പറയുന്ന RSSന്റെ സൈദ്ധാന്തികമായ നിലപാടുമായി ഇന്ത്യയുടെ കൊച്ചുകുട്ടികളിൽ വർഗീയത ആളിക്കത്തിക്കുവാനും ഹൈന്ദവത ഉൾക്കൊണ്ടുകൊണ്ട് അവരെ ഹൈന്ദവതയിലേക്ക് കൊണ്ടുപോയി, ഹൈന്ദവ വർഗീയതയിലേക്ക് കൊണ്ടുപോയി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വിദ്യാഭ്യാസ രീതിയിലെ സിലബസ് പരിഷ്കരണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും
ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തെ പോലും ഇകഴ്ത്തുവാനും ഗാന്ധിജിയെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയും ഒക്കെ ഇകഴ്ത്തി മുന്നോട്ട് കൊണ്ടുപോയി അക്കാലത്ത് സ്വാതന്ത്ര്യ സമരത്തെയും പോലും ഒറ്റുകൊടുക്കാൻ ശ്രമിച്ച RSSനെ പവിത്രവൽക്കരിക്കുവാനുമുള്ള ശ്രമങ്ങളാണ് RSS നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് താങ്കളുടെ രാഷ്ട്രീയ അജണ്ടയായി ഞങ്ങൾക്ക് അത് സൂചിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് ഞങ്ങൾക്കൊരിക്കലും നിങ്ങൾ എത്ര വാദിച്ചാലും ഇന്ത്യയിലെ മതേതര മനസ്സുള്ളവർക്ക്, ഇന്ത്യയിൽ ജനാധിപത്യ മനസ്സുള്ളവർക്ക് ഒരിക്കലും RSSനെ പവിത്രവൽക്കരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്, കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ന് RSSൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന കേരള പോലീസിനെ ഒന്ന് രക്ഷിച്ചെടുക്കുവാൻ അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും അവരുടെ മുഖം ഒന്ന് രക്ഷിക്കുവാൻ ഉള്ള ശ്രമം നടത്തുമ്പോൾ അതിൽ ഞങ്ങൾക്ക് തെറ്റ് പറയേണ്ട കാര്യമില്ല. കേരളത്തിലെ പോലീസ് RSS എന്നല്ല, ഒരു രാഷ്ട്രീയ കക്ഷികൾക്കും, ഒരു സാമുദായിക കക്ഷികൾക്കും, ഒരു വർഗീയ കക്ഷികളും ആ പോലീസിനെ ദുരുപയോഗം ചെയ്യുവാനോ ആ പോലീസ് അവരുടെ വലയത്തിലായി പോവാനോ പാടില്ല എന്നുള്ളതും അതാണ് ഞങ്ങൾ കാലങ്ങളായി ഞങ്ങളുടെ ഭരണകാലത്ത് ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്നതും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക്